ഹായ് ഓൾ, ഇറ്റ്സ് മീ ചുക്കാൻ. അപ്പം ഇന്ന് നമ്മൾ കണ്ണൂരിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം കണ്ണൂരിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 28 ദിവസമാണ് ഇവിടുത്തെ വൈശാഖോത്സവം നീണ്ടു നിൽക്കുന്നത്. മലബാറിൻ്റെ മഹോത്സവം എന്നാണ് ഇവിടുത്തെ ഉത്സവത്തിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. മലയാള മാസത്തിൽ പറയുകയാണെങ്കിൽ ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അതിൽ വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുൻപും മകൻ നാളിലെ ഉച്ചശീവലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമില്ല. അതുകൊണ്ട് കൊട്ടിയൂരിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വേഗം തന്നെ പോകാൻ ശ്രമിക്കുക. അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് സ്റ്റാളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ് 2 ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട്. അതേസമയം അക്കരെ കൊട്ടിയൂരിൽ ഉത്സവ സമയത്ത് മാത്രം ക്ഷേത്രം കെട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ 2 കരകളിലായിട്ടാണ് ഈ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പുഴ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകാനായിട്ട്. ഈ പാലത്തിൻ്റെ ചുറ്റുമുള്ള വ്യൂ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. ഈ പുഴയിൽ നിന്നും കുളിച്ചിട്ടാണ് പലരും ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടായിരുന്നത്. അവിടെ ഈറൻ മാറാനുള്ള ഒരു ഏരിയയും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരിക്കലും നിർബന്ധമുള്ളൊരു കാര്യമല്ല, പക്ഷേ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് തോർത്ത് വാങ്ങാൻ കിട്ടും കേട്ടോ. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. ദക്ഷൻ്റെ യാഗഭൂമിയായിരുന്നു അത്രേ ഇവിടം. തൻ്റെ വാക്കു ധിക്കരിച്ച് പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കാൻ എന്ന ഉദ്ദേശത്തിൽ ദക്ഷൻ ഒരു യാഗം നടത്തി. ശിവനെയും സതിയെയും ഒഴികെ ലോകത്തിലെ എല്ലാവരെയും ദക്ഷൻ യാഗത്തിനു ക്ഷണിച്ചു. എന്നാൽ ശിവന്റെ വാക്കുകളെ വിലക്കി സതി ആ യാഗത്തിൽ പങ്കെടുക്കുവാനെത്തുകയും ദക്ഷൻ ശിവനെ അപമാനിക്കുകയും ഇത് സഹിക്കാൻ വയ്യാതെ സതി യാഗാഗ്നിയിൽ ജീവനെടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ കൈലാസത്തിലിരിക്കുന്ന ശിവൻ കോപിഷ്ഠനാകുകയും തൻ്റെ ജട പരിച്ചു നിലത്തടിക്കുകയും ചെയ്തു. ആ ജടയിൽ നിന്നും ഉഗ്രകോപിയായ വീരഭദ്രൻ ജനിക്കുകയും യാഗഭൂമിയിലെത്തി എല്ലാവരെയും ആക്രമിക്കുകയും ചെയ്തു. ദക്ഷൻ്റെ ശിരസ് അറുത്തെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ശിവൻ താണ്ഡവമാടിയ സമയത്ത് ദക്ഷൻ്റെ ശിരസ് ചിന്നിച്ചിതറിപ്പോകുകയായിരുന്നു. എന്നാൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വേണ്ടി വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളും ശിവൻ്റെ അടുത്തെത്തി. അവരുടെ അഭ്യർത്ഥന മാനിച്ച് ശാന്തനായ ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. ശിരസ് ചിന്നിച്ചിതറിപ്പോയതിനാൽ ആടിൻ്റെ തല വെച്ചിട്ടായിരുന്നു പുനർജീവിപ്പിച്ചത്. യാഗം മുടങ്ങിയ ഭൂമിയിൽ സ്വയംഭൂവായി ഒരു ശിവലിംഗം ഉയർന്നു വന്നു. ശിവലിംഗമാണ് ഇപ്പോഴും ശിവൻ്റെ സാന്നിധ്യമായി കണ്ട് നാം ആരാധിച്ചു പോരുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വാസ്തുനിർമ്മിതിയും അക്കരെ കൊട്ടിയൂരിൽ ഇല്ല. പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിനു പീഠം നിർമ്മിക്കുക. ഓല കൊണ്ട് ശ്രീകോവിലും മറ്റും തീർത്ത് നെയ്യ് കൊണ്ടുള്ള അഭിഷേകത്തോടെയാണ് ആരാധനയും ഉത്സവവും ആരംഭിക്കുന്നത്. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നും സതീദേവി ആത്മാഹുതി ചെയ്ത സ്ഥലത്തെ അമ്മാരക്കൽ തറ എന്നും വിളിക്കുന്നു. ഇവയ്ക്ക് ചുറ്റുമുള്ള പ്രദർശന വഴിയെ തിരുവംചിറ എന്നും അറിയപ്പെടുന്നു. ത്രിമൂർത്തികളും 33 ദേവഗണങ്ങളും ഒത്തുകൂടിയ സ്ഥലമാണ് കൊട്ടിയൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുക എന്നത് തന്നെ മഹാപുണ്യമായി കരുതുന്നു. രോഹിണി ആരാധനയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. സ്വയംഭൂ ലിംഗത്തിന് കരിക്കുകൊണ്ട് അഭിഷേകവും കരിക്കു വഴിപാടും പ്രസിദ്ധമാണ്. ഇളനീർ വയ്പ് എന്നാണ് കേട്ടോ ഇതിന് പറയുക. ഉത്സവം അവസാനിക്കുന്നത് ഈ ഇളനീരാട്ടത്തോടെയാണ്. അന്ന് വഴിപാടായി കിട്ടിയ എല്ലാ ഇളനീരും വെട്ടി മുഖ്യ പൂജാരി അതിൻ്റെ മധുരവെള്ളം ശേഖരിച്ച് അഭിഷേകം നടത്തും. പലപ്പോഴും മഴയത്താണ് ഈ അഭിഷേകം നടക്കുക.
ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വനപ്രദേശമാണ്. അതുപോലെ തന്നെ ആൾക്കൂട്ടം കൂടുതലായതുകൊണ്ടും ഫോണിൽ റേഞ്ച് കിട്ടാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടെ വന്ന ആൾക്കാർ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം മിസ്സായി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അക്കരെ കൊട്ടിയൂരിൻ്റെ ക്ഷേത്ര കവാടത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്ര കവാടം വരുന്നത്. അക്കരെ കൊട്ടിയൂരിൽ വരുന്ന ആൾക്കാർ ഇക്കരെ കൊട്ടിയൂരിൽ കൂടെ വന്ന് ദർശനം നടത്താറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കരെ കൊട്ടിയൂർ മറ്റു ക്ഷേത്രങ്ങൾ പോലെ തന്നെയാണ് കാണാൻ. അതേസമയം അക്കരെ കൊട്ടിയൂർ ഉത്സവ സമയത്ത് മാത്രം കെട്ടിയുണ്ടാക്കുന്ന ഒരു ക്ഷേത്രമാണ്. സോ അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജയൊന്നും ഉണ്ടാവാറില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴിക്കിരുവശവും തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ കാണാം. വൈശാഖ മഹോത്സവ വേളയിൽ വന്നു മടങ്ങുന്ന ഭക്തർ പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനു ദക്ഷയാഗ ചരിത്രവുമായി ബന്ധമുണ്ട്. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ ദീക്ഷ പറിച്ചെടുത്ത് കാറ്റിൽ പറത്തിയതിനു ശേഷമാണ് തലയറുത്തത്. ഈ ദീക്ഷയാണത്രേ ഓടപ്പൂക്കൾ പ്രദാനം ചെയ്യുന്നത്. ഓടപ്പൂക്കൾ വീട്ടിലും വാഹനത്തിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്നതാണ് വിശ്വാസം. വയനാടൻ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിന് വേണ്ട ഈറ്റ ശേഖരിക്കുന്നത്. ഓടപ്പൂ നിർമ്മാണത്തിലൂടെ 1000-ലധികം പേർക്കാണ് ജോലി ലഭിക്കുന്നത്. 50 രൂപ മുതൽ 100 രൂപ വരെയാണ് ഓടപ്പൂവിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.